ഹലോ, ഇന്ന് ഞാനിവിടെ സ്രാവാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ സ്രാവൊന്ന് തേങ്ങ വറുത്തടിച്ച് കറി വെച്ചാലോ. അപ്പോൾ അതിനുണ്ട് തേങ്ങ, ഒരു മുറി തേങ്ങ, അതിൽക്കൊരു 4 വെളുത്തുള്ളി, ലേശം മഞ്ഞൾപ്പൊടിയും കറിവേപ്പിൻ്റെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി വെള്ളത്തിലിട്ട് വയ്ക്കുക. പിന്നെ 2 തക്കാളി, 3 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ ഒരു പിടിയോളം ചെറിയുള്ളി കേട്ടോ. അപ്പോൾ ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ചെറിയുള്ളിയും വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് നമുക്ക് ചതച്ചെടുക്കണം കേട്ടോ. അപ്പം ഞാൻ ചട്ടി ഇത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ അടുപ്പത്താണ് കേട്ടോ കറി വയ്ക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ അടുപ്പത്താണ് ചെയ്യാറ്. അപ്പം ഇത് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മളൊരു സ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കുക കേട്ടോ. ഉലുവ ഇട്ടിട്ട് ഉലുവ നല്ലൊന്ന് പൊട്ടി വരട്ടെ. എന്നിട്ട് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളിയും കൂടി ഒന്ന് ചതച്ചത് അതിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അത് നല്ലോണം ഇട്ട് കൊടുത്തിട്ട് നല്ലൊന്ന് ഇളക്കുക, മിക്സ് ആക്കട്ടെ. അപ്പോൾ ഞാനിതപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നല്ലൊന്ന് വഴണ്ട് വരുമ്പോഴാണ് നമ്മൾ തക്കാളി പച്ചമുളക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലൊന്ന് അടച്ച് വെച്ചിട്ട് തക്കാളി നല്ല ഉടഞ്ഞ് വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇത് ഇളക്കി കൊണ്ടിരിക്കണം കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇത് ഇളക്കി കൊടുക്കണം. ചട്ടിയായ കാരണം ഇങ്ങനത്തെ ഇഞ്ചി വെളുത്തുള്ളിലേക്ക് ചെല്ലുമ്പോൾ അടി പിടിക്കാനുള്ള കുറച്ച് സാധ്യത കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ നല്ല വഴണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിത് തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് നമുക്ക് ഇതേപോലെ നല്ല കാമ്പുള്ള മീൻ കിട്ടുമ്പോൾ ഇതുപോലെ തേങ്ങ വറുത്തരച്ച് കറി വെച്ച് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവർ നമ്മളെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതാ തക്കാളിയൊക്കെ നല്ല വെന്തുടഞ്ഞ് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 സ്പൂണ് മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മുളക് പൊടി, ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാനിതാ ഇതിൽ ഇട്ടെടുത്ത് നല്ലൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ. നല്ല മിക്സായി, അതും നല്ലൊന്ന് മിക്സായി വരുമ്പോൾ നമ്മൾ പുളി പിന്നെ വെള്ളം ചേർത്ത് കൊടുക്കുക. നമ്മൾ കറി എത്ര തിക്ക് വേണം എന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മളാണ് കേട്ടോ. അപ്പോൾ അത് എത്ര ലൂസ് വേണം അതിനനുസരിച്ച് വെള്ളം നമുക്ക് കൂടുതൽ ഒഴിക്കണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ കുറവ് മതിയെങ്കിൽ കുറയും. അപ്പം ഞാൻ ഇവിടെ കുറച്ച് തിക്കായിട്ടുള്ള കറിയായിട്ട് ഉണ്ടാക്കണം. അപ്പം ഞാൻ എന്താ മസാലപ്പൊടിയൊക്കെ ഇട്ടെടുത്ത് പുളി പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനിയിപ്പം അതിലേക്ക് ഇച്ചിരിയും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതൊന്ന് മൂടി വെച്ച് നല്ല തിളപ്പിച്ചിട്ടെടുക്കുക കേട്ടോ. എന്നിട്ടാണ് നമ്മൾ മീൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഞാനിതാ ഇതൊന്ന് മൂടി വെച്ച് ഇപ്പോൾ ഇത് നല്ല തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ കറി അടിപൊളിയായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇനി മീനിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. മീനിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി അടച്ച് വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ കൈയളവാണ് എൻ്റെ ഉപ്പ്. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ അതിനനുസരിച്ച് ചേർക്കുക. പിന്നെ മീനിൻ്റെ അളവ് എടുക്കുന്നതിനനുസരിച്ച് മസാലപ്പൊടികൾ കൂട്ടിയെടുക്കുക. കുറവ് മീനാണെങ്കിൽ അതിനനുസരിച്ച് കുറച്ചെടുക്കുക കേട്ടോ. അതൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് മീൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ മീൻ സ്രാവ് അധികം വേവില്ലാത്ത മീനാണ് കേട്ടോ. പെട്ടെന്ന് വേവൊന്ന് തിളച്ചാൽ തന്നെ മീൻ റെഡിയായി കിട്ടും. അപ്പം ഞാനിതാ മീൻ നല്ലൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാനിത് നമ്മൾ തേങ്ങ വറുത്തരച്ചത് കേട്ടോ, അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കറി ഇവിടെ സെറ്റായി വരും. ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇനി അധികം കൂടുതൽ തിളപ്പിക്കരുത് കേട്ടോ നമ്മൾ തേങ്ങ ചേർത്തതിന് ശേഷം. അപ്പം ഒന്നും കൂടി അടച്ച് വയ്ക്കുക, ഒന്ന് തിളച്ച് വരിക. എന്നിട്ട് നമുക്ക് തിളച്ച് വരുമ്പോൾ കറിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഉള്ളി തൂമിച്ച് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഞാനപ്പോൾ അതിനൊരു വേറെ അടുപ്പത്തു നിന്ന് അങ്ങോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ വേറൊരു പാൻ വെച്ചെടുക്കണം കേട്ടോ. പാൻ വെച്ചതിന് ശേഷം ചെറിയ ഉള്ളി ചെറുതാക്കി നുറുക്കിയത് നമ്മളിവിടെ തൂമിക്കുക എന്നാണ് പറയുന്നത്. ഞാൻ ഒരു വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. തളിക്കുക എന്നുള്ളതിന് ഇവിടെ തൂമിക്കുക എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉള്ളി നല്ലൊന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് ചട്ടിലോട്ട് ഒഴിച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.